രണ്ടാം ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. വലതുകരമുയർത്തി വീശിക്കൊണ്ട് പറയാം: കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് പറയാം: കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യനച്ച, ജോസഫച്ച, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം: ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നല്ലൊരു ദിവസമാണ്. എന്താണിന്ന് നല്ല ദിവസം? നമുക്ക് എല്ലാവർക്കും ഇന്ന് വ്യാഴാഴ്ച പ്രമാണിച്ച് പള്ളിയിൽ പോകാൻ സൗകര്യമുണ്ടാകട്ടെ എന്ന് വിചാരിച്ച് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അല്ലെ, ഇന്ന് പണിമുടക്കായതുകൊണ്ട് അവധി കിട്ടി സന്തോഷത്തോടുകൂടെ ഇവിടെ വന്നിരിക്കുന്ന കുറച്ചു പേരെയൊക്കെ അച്ഛൻ കാണുന്നുണ്ട്. കൈയടിച്ച് നന്ദി പറയാം. അപ്പോൾ ഇനിയും പണിമുടക്കുണ്ടാകുമ്പോൾ വ്യാഴാഴ്ച തന്നെ. പക്ഷെ വണ്ടി ഓടിയാൽ മതിയായിരുന്നല്ലേ? ഓക്കെ, ബാക്കിയെല്ലാം മുടങ്ങിക്കോട്ടെ, വണ്ടി ഓടിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ സംഖ്യ കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും അച്ഛൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആരും ഇവിടെ വന്നില്ലെങ്കിലും ഇവിടെ എന്ത് നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആരും ഇവിടെ വന്നില്ലെങ്കിലും വ്യാഴാഴ്ചത്തെ പ്രാർത്ഥന ഇവിടെ നടക്കും. അത് നിങ്ങൾ ഉറപ്പിച്ചോ. അതുകൊണ്ട് നിങ്ങൾ വേറെ ആരെങ്കിലും പോകുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് പോരാൻ നിൽക്കണ്ട, ഇവിടെ ഉണ്ടാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് നമുക്ക് ഇന്ന് ഈ ദിവസം തന്നിരിക്കുകയാണ്. നമുക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രൂപാന്തരീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏറ്റവും ഒടുവിലായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ആത്മപരിത്യാഗത്തെ കുറിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, കേൾക്കാൻ അത്ര സുഖമുള്ള ഒരു കാര്യമല്ല നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ആണോ? ഈശോയെ പോലെ ആകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആത്മപരിത്യാഗം ചെയ്യണം. ഈശോയുടെ ഒരാഗ്രഹമാണ് നമ്മൾ ഈശോയെ പോലെ ആകണമെന്നും ഈശോ തന്നെ പരിത്യജിച്ചതുപോലെ നമ്മളും നമ്മളെ തന്നെ പരിത്യജിക്കണം എന്നതും ഈശോയുടെ ആഗ്രഹമാണ്. കൈയടിച്ച് നന്ദി പറയാം. ഈശോയുടെ പല ആഗ്രഹങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഗ്രഹങ്ങളിൽ ഏറ്റവും പ്രയാസമുള്ള ഒരാഗ്രഹമാണ് നമ്മളിപ്പോൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്.
ഈശോ പറയുന്നു നിങ്ങൾ എല്ലാവരും വിശ്വസിക്കണം. ഈശോയുടെ ആഗ്രഹം. നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മൾ വിശ്വസിക്കാവേ. അല്ലെങ്കിൽ ഈശോയുടെ ആഗ്രഹമാണ് എല്ലാവരും രക്ഷ പ്രാപിക്കണം, അല്ലേ? നമുക്ക് വല്ല പ്രയാസമുണ്ടോ? അതിന് വല്ല പ്രയാസമുണ്ടോ? ഒരു പ്രയാസവും ഇല്ല. ഈശോയ്ക്കും ആഗ്രഹം എല്ലാവരും രക്ഷ പ്രാപിക്കണം, നമുക്കും ആഗ്രഹം എല്ലാവരും രക്ഷ പ്രാപിക്കണം. ഒരു ബുദ്ധിമുട്ടുമില്ല, നമ്മളത് കണ്ടു കഴിഞ്ഞതാ. ഈശോയുടെ ആഗ്രഹമാണ് എല്ലാവരും വിജയം വരിക്കണം. നമുക്ക് വല്ല ബുദ്ധിമുട്ടുള്ളൊരു ആഗ്രഹമാണോ? അല്ല, നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ് എല്ലാവരും വിജയം വരിക്കണം, എല്ലാവർക്കും വളർച്ച ഉണ്ടാകണം, ഞങ്ങൾക്കും വിജയമുണ്ടാകണം. ഈശോയുടെ ആഗ്രഹം തന്നെ ഞങ്ങളുടെയും ആഗ്രഹം. ഒരു പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ കണ്ട ഈശോയുടെ പല ആഗ്രഹങ്ങളെ കുറിച്ച് നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ തന്നെ ആകട്ടെ. പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈശോയുടെ ആഗ്രഹം അല്പം വ്യത്യാസമുള്ള ആഗ്രഹമാണ്. അത് ഇത്തിരി വിഷമം പിടിച്ച ഒരു ആഗ്രഹമാണ്. എന്താണ് ആഗ്രഹം? ആത്മപരിത്യാഗം ചെയ്യണം, തന്നെ ഉപേക്ഷിക്കണം. നമ്മൾ പെടുന്നത് മുഴുവനും എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ജീവിതം ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കണം എന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഓട്ടം മുഴുവനും ഓടുന്നത്, അല്ലേ? അച്ഛൻ ഇന്നലെ അൽഫോൻസോ സ്കൂളിൽ കീഴ്പള്ളിയിൽ കുട്ടികളോട് ചോദിച്ചു, 10ാം ക്ലാസ്സിലെ കുട്ടികളോട് ചോദിച്ചു, കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് മാർക്ക് കിട്ടിയാൽ ആർക്ക് കൊള്ളാം? നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നത് ആർക്ക് വേണ്ടിയാണ്? അവരിങ്ങനെ ഇരുന്നു. അല്ലെങ്കിൽ നിങ്ങ പഠിച്ച ആർക്ക് കൊള്ളാം? അവര് പറഞ്ഞു, ഞങ്ങൾക്ക് കൊള്ളാം. നിങ്ങ നന്നായാൽ ആർക്ക്? ചേച്ചി നന്നായി ആർക്ക് കൊള്ളാം? എനിക്ക് കൊള്ളാം. അല്ലെ, നമ്മൾ അങ്ങനെയല്ലേ പറയുന്നത്? നീ നന്നായ നിനക്ക് കൊള്ളാം, നീ പഠിച്ച നിനക്ക് കൊള്ളാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും. അപ്പൊ നിനക്ക് ജോലി കിട്ടിയ നിനക്ക് കൊള്ളാം, നിന്റെ കല്യാണം നടന്ന നിനക്ക് കൊള്ളാം, നിനക്ക് വീട് കിട്ടിയ നിനക്ക് കൊള്ളാം, എന്ത് കിട്ടിയാലും നിനക്ക് കൊള്ളാം. അപ്പോ ഞാൻ നന്നായിട്ട് ജീവിച്ചാൽ, ഞാൻ സുഖിച്ച് ജീവിച്ചാൽ എനിക്ക് കൊള്ളാം, എന്റെ കാര്യങ്ങളൊക്കെ നടന്നാൽ എനിക്ക് കൊള്ളാം. അപ്പോൾ നമ്മൾ എന്തിനെയാണ് പരിപോഷിപ്പിച്ചത്? ഞാൻ എന്നെ തന്നെയാണ് പരിപോഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ജഡത്തെ പരിപോഷിപ്പിക്കുകയാണ്. ഞാൻ നന്നായി ജീവിക്കുന്നത് ദൈവമഹത്വത്തിന് വേണ്ടിയാണ്. എനിക്കൊരു ജോലി കിട്ടുന്നത് എനിക്ക് വേണ്ടിയല്ല, അത് ദൈവമഹത്വത്തിന് വേണ്ടിയാണ്. എനിക്കൊരു ഭവനമുണ്ടായി ഞാൻ ആ ഭവനത്തിൽ സന്തോഷത്തോടെ കൂടെ ജീവിക്കുന്നത് ദൈവമഹത്വത്തിന് വേണ്ടിയാണ്. എനിക്ക് എന്റെ രോഗത്തിൽ നിന്ന് മോചനമുണ്ടായി ഞാൻ ആരോഗ്യത്തോടു കൂടെ ജീവിക്കുന്നത് നിന്റെ രോഗം മാറിയ നിനക്ക് കൊള്ളാം എന്നുള്ളത് കൊണ്ടല്ല. എന്റെ രോഗം മാറി ഞാൻ ആരോഗ്യത്തോടു കൂടെ ജീവിച്ചാൽ അത് ഈശോയ്ക്ക് കൊള്ളാം, അത് ദൈവമഹത്വത്തിന് വേണ്ടിയാണ് എന്ന് പറയുന്ന തലത്തിലേക്ക് നമ്മെ കർത്താവ് മാറ്റുകയാണ്. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നീ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം എടുത്തേ. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 31-ാമത്തെ തിരുവചനം. അതിനാൽ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവിൻ. വലതുകരമുയർത്തി വീശിക്കൊണ്ട് പറയാം, നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവിൻ. അപ്പൊ നമ്മൾ തിന്നതാർക്ക് വേണ്ടിയാണ്? നമ്മൾ കുടിച്ചത് എന്തിനു വേണ്ടിയാണ്? കള്ളു കുടിച്ച കാര്യമല്ല. അപ്പോൾ നിങ്ങൾ തിന്നുകയോ പാനം ചെയ്യുകയോ, നമ്മൾ ജോലി ചെയ്തത്, തോട്ടത്തിൽ ജോലി ചെയ്തത് ആർക്ക് വേണ്ടിയാണ്? വെളുപ്പിന് എഴുന്നേറ്റ് റബ്ബർ വെട്ടാൻ പോയത് ആർക്ക് വേണ്ടിയാണ്? അല്ലെങ്കിൽ തോട്ടത്തിൽ പണിയെടുത്തത് ആർക്ക് വേണ്ടിയാണ്? അല്ലെങ്കിൽ ഓഫീസിൽ പണിയെടുത്തത്, ബിസിനസ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്? ചെയ്യുന്നതെല്ലാം ദൈവമഹത്വത്തിന്. അപ്പൊ എനിക്കൊന്നുമില്ലേ?
അല്ലേ? എല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി നമ്മൾ ചെയ്യുകയാണ്. അപ്പൊ ചോദ്യം എന്താണ് ബാക്കി? അപ്പൊ എനിക്കൊന്നുമില്ലേ? ഇല്ല. നമ്മളെല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി, വളരെ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിച്ചോ, എല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്ത് നമ്മൾ അവസാനം എന്തായി തീരും? സീറോ ആയി തീരും. നമ്മൾ സീറോ ആയി തീരുമ്പോൾ നമുക്ക് ഒരു സമ്മാനം കിട്ടും. സീറോ ആവുമ്പോഴാണ്, നിങ്ങൾ ഈ റോക്കറ്റ് വിക്ഷേപിക്കുന്നത് കണ്ടിട്ടുണ്ട്. അവര് മുകളിൽ നിന്ന് താഴെ 1 2 3 എന്ന് പറഞ്ഞല്ല എണ്ണുന്നത്, മുകളിൽ നിന്ന് താഴേക്കാണ് എണ്ണുന്നത്. കൗണ്ട് ഡൗൺ എന്നാണ് പറയുന്നത്. അവസാനം കൗണ്ട് ഡൗൺ 10 9 8, അവസാനം 0 എന്ന് പറയുമ്പോ റോക്കറ്റ് എന്ത് ചെയ്യും? ചൂ എന്ന് പറഞ്ഞ് മുകളിലേക്ക് പോകും. ക്ലിയറായ? നമ്മളുടെ ജീവിതത്തിലും ഇതുപോലെ ഒരു കൗണ്ട് ഡൗൺ ആണ് സംഭവിക്കുന്നത്. നമ്മൾ ദൈവിക ജീവനിൽ ലയിച്ചു ചേരുന്നതിന് ഒരു കുതിപ്പ് നടത്തണമെങ്കിൽ ഇങ്ങനെ കൗണ്ട് ഡൗൺ ചെയ്ത് നമ്മൾ സീറോയാകുമ്പോഴാണ് ദൈവിക ജീവനിൽ നമ്മൾ ലയിച്ചു ചേരുന്നത്. ഇനി ഞാനില്ല, ഇനി ഞാൻ സീറോ, അവൻ മാത്രം എന്ന് പറയുന്ന ഒരു സമയമാണ് നമ്മൾ ഈശോയിൽ ലയിച്ചു ചേരുന്നൊരു സമയമെന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ താഴേക്ക് വരേണ്ടത്? നമ്മുടെ ഉള്ളിലുള്ള സ്വാർത്ഥത ഇപ്പോ എത്രയാണ്? ഇപ്പോൾ 100 ആണ്. 100ൽ 100 മാർക്കാണ്. എന്തിന്? നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരം ഇപ്പൊ എത്രയാണ്? 200 ആണ്. 100 മതിയായിരുന്നു, പക്ഷെ ഒത്തിരി. അപ്പോൾ അത് എന്ത് ചെയ്യണം? കൗണ്ട് ഡൗൺ ചെയ്യണം. അത് കുറഞ്ഞ് ഇനി എന്റെ ഉള്ളിൽ എന്റെ ഈഗോ ഇല്ല, സെൽഫിഷ്നെസ് ഇല്ല, സെൽഫ് ലവ് ഇല്ല, സെൽഫ് സീക്കിംഗ് ഇല്ല. ഞാൻ എന്റെ കാര്യം അന്വേഷിക്കുന്നില്ല, എനിക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നില്ല, ഞാൻ തീർന്നു. എന്താണ്? ഞാൻ തീർന്നു എന്ന് സങ്കടത്തോടുകൂടെ അല്ല പറയേണ്ടത്. ചില ആളുകൾ അയ്യോ അച്ഛാ ഞാൻ തീർന്നച്ഛാ, ഇനി ഞാനില്ല, സങ്കടപ്പെട്ട് പറയാറുണ്ട്. സന്തോഷത്തോടുകൂടെ പറയണം, ഇനി ഞാനില്ല, ഞാൻ തീർന്നു, ഇനി ഈശോ മാത്രമാണുള്ളത്. കൈയടിച്ച് നന്ദി പറഞ്ഞേ. അതിനെയാണ് പ്രിയപ്പെട്ടവർ, അതിന്റെ 13 വഴികളാണ് നമ്മൾ ഓരോന്നായി. ഇത് ഇത്രയും കൊണ്ട് പറഞ്ഞു തീരില്ല. കൗണ്ട് ഡൗൺ എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ ചില അവകാശങ്ങൾ. ഒന്നാമതായി നമ്മൾ പറഞ്ഞു പ്രതികാരം ചെയ്യാനുള്ള അവകാശം. ആ അവകാശം ഈശോയുടെ ഹൃദയത്തോട് ചേരാത്തൊരവകാശമാണ്. അതുകൊണ്ട് അത് ഞാൻ ഡ്രോപ്പ് ചെയ്യുന്നു. അത് വേണ്ട, ആ അവകാശം വേണ്ട. പ്രതികാരം ചെയ്യാനുള്ള അവകാശം, എന്റെ കരണത്തടിച്ചവന് തിരിച്ച് കരണത്തടിക്കാൻ എനിക്ക് ഒരു അവകാശമുണ്ട്. ആരും ചോദിക്കല്ല, എന്നെ അടിച്ചോട്ടല്ലേ, എന്നെ തല്ലി ഞാനും തല്ലി, കണക്ക് തീർന്നു, ക്ലോസ്. എന്നെ ഒന്നടിച്ചു, ഞാൻ തിരിച്ച് തീർന്നില്ലേ? എന്നെ ഒരു തെറി പറഞ്ഞു, ഞാൻ തിരിച്ച് ഒന്നാണ് ഉദ്ദേശിച്ച് പറഞ്ഞപ്പോ 2 പോയി, ക്ഷമിക്ക്, അത് തീർന്നു. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഈശോയിലായിരിക്കുന്നവൻ അതിനുള്ള അവകാശമില്ല. അത് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നു, കൗണ്ട് ഡൗൺ ചെയ്യുന്നു. 2, എല്ലാ സൗകര്യങ്ങളോടും കൂടെ ജീവിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, വേണ്ടെന്ന് വെക്കുന്നു. 3, ബഹുമാനിക്കപ്പെടാനുള്ള അവകാശം ഉപേക്ഷിക്കുന്നു. നമുക്ക് ഒരു നാച്ചുറൽ ആയിട്ടുള്ള അവകാശമുണ്ട്. നമ്മളെ എല്ലാവരും സ്നേഹിക്കണം, ബഹുമാനിക്കണം. അല്ലെങ്കിൽ ചുരുങ്ങിയത് നമ്മളെ കുറിച്ച് ആരും ഇല്ലാത്തത് പറയരുത്. അത്രയെങ്കിലുള്ളൊരു അവകാശം ഉണ്ടല്ലോ. ആരെങ്കിലും ഒരാൾ പറഞ്ഞെന്ന് വിചാരിക്കും, നമ്മൾ എന്ത് ചെയ്യണം? ആ അവകാശം ഉപേക്ഷിക്കുന്നു. 4, ഇഷ്ടമുള്ളതുപോലെ പണം ചിലവഴിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. 5, ശത്രുക്കളെ വെറുക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. 6,
ആദരിക്കപ്പെടാനും ശുശ്രൂഷിക്കപ്പെടാനുമുള്ള അവകാശം ഉപേക്ഷിക്കുക. അനുസരിക്കുന്നതിന് മുമ്പ് എല്ലാം അറിയാനുള്ള അവകാശം ഉപേക്ഷിക്കുക. സ്വന്തം നിയമങ്ങളും ഇഷ്ടങ്ങളും അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. 9, ഹൃദയത്തിൽ പരിഭവം സൂക്ഷിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. 10, പരാതി പറയാനുള്ള അവകാശം ഉപേക്ഷിക്കുക. കഴിഞ്ഞ ആഴ്ച നമ്മൾ ധ്യാനിച്ചത് ആ ഒരു ടോപ്പിക്കിന്റെ 2ാമത്തെ ക്ലാസ് ആണ് നമ്മൾ നടത്തിയത്. അത് പറഞ്ഞ് അവസാനിപ്പിച്ചത് സെന്റ് ജോൺ ഓഫ് ദ ക്രോസ് പറയുന്ന ഒരു 5 കാര്യങ്ങൾ പറഞ്ഞാണ് നമ്മൾ അത് അവസാനിപ്പിച്ചത്. സെന്റ് ജോൺ ഓഫ് ദ ക്രോസ് പരാതി പറയുന്നതിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ധ്യാനിച്ചിട്ട് പറഞ്ഞു, പരാതി പറയാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്കൊരാളെ കുറിച്ച് ഒരു പരാതി, ഒരു വിഷമം പറയാൻ തുടങ്ങുമ്പോൾ ഉടനെ തന്നെ ആരെ ഓർക്കണം? ആ ക്രൂശിതനായ ക്രിസ്തുവിനെ ഓർക്കുക. അപ്പൊ തന്നെ നമ്മളുടെ വായ അടഞ്ഞു പോകും. സൈലൻസ്. നിങ്ങൾക്ക് വളരെ വേദനാജനകമായത് സംഭവിക്കുമ്പോൾ ക്രൂശിതനായ ക്രിസ്തുവിനെ ഓർത്ത് നിശബ്ദനാവുക. 1. 2, ഓർക്കണം, പരാതി പറയുന്നത് ആത്മീയ പക്വതയുടെ അഭാവമാണ് നമ്മെ പരാതി പറയുന്നവർ അല്ലെങ്കിൽ പരാതിപ്പെട്ടികളാക്കുന്നത്. പരാതികൾ നമുക്ക് നമ്മോട് തന്നെയുള്ള സ്നേഹത്തിന്റെ അടയാളമാണ്. കുരിശിലൂടെ വരുന്ന വിശുദ്ധീകരണം സ്വീകരിക്കാൻ തയ്യാറില്ലാത്തത് കൊണ്ടാണ് നമ്മൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരാതികൾ പറയും തോറും നമ്മളുടെ ആത്മാവ് ക്ഷയിക്കുകയാണ്. ഇതാണ് കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ പറഞ്ഞ 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യം അച്ഛനൊരു വാക്ക് പറഞ്ഞായിരുന്നു, ഒരു കൂട്ടം സഹനങ്ങൾ, തിക്കറ്റ് ഓഫ് സഫറിങ്. ഒരു കൂട്ടം സഹനങ്ങൾ നമ്മെ ഒരു കൂട്ടം അനുഗ്രഹങ്ങളിലേക്ക് നയിക്കുന്നു. നിങ്ങൾക്ക് ഒരു സഹനം ഉണ്ടെങ്കിൽ എത്ര അനുഗ്രഹം കിട്ടും? ഒരു കൂട്ടം സഹനം ഉണ്ടെങ്കിൽ എന്തോരം അനുഗ്രഹം കിട്ടും? നിങ്ങൾക്ക് ഒരു അനുഗ്രഹം വേണോ, ഒരു കൂട്ടം അനുഗ്രഹം വേണോ? മിണ്ടുന്നില്ല കുട്ടി. ഒരു കൂട്ടമല്ലേ വേണ്ടത്? അപ്പൊ ഒരു കൂട്ടം അനുഗ്രഹങ്ങൾ വേണ്ടവർ എന്ത് ചെയ്യണം? ഒരു കൂട്ടം കുരിശ് വഹിച്ചോളണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛനിത് പറയുമ്പോ പേടിയാവുന്നുണ്ട്, നിങ്ങൾക്ക് കേൾക്കുമ്പോഴും പേടിയാവും. പേടിക്കണ്ട, ഈശോ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് അടുത്ത ആഴ്ച പലരും വരാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞില്ലേ? പലരും വന്നിട്ടില്ല. സഹനങ്ങൾ ദൈവം തന്റെ സുഹൃത്തുക്കളെ വിശുദ്ധീകരിക്കാൻ കൂടെ കൂടെ കൊടുക്കുന്ന സമ്മാനങ്ങളാണ്. നമുക്കൊരു സുഹൃത്തുണ്ടെങ്കിൽ നമ്മൾ വല്ലപ്പോഴും ആണോ സമ്മാനം കൊണ്ടേ കൊടുക്കുന്നത്? കൂടെ കൂടെ സമ്മാനം കൊടുക്കും. ഈശോ നമുക്ക് കൂടെ കൂടെ തരുന്ന സമ്മാനങ്ങളാണ് സഹനങ്ങൾ. ഹല്ലേലൂയ. കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ പറയാണ്, സഹനങ്ങളെ കുറിച്ച് പരാതി പറയുന്നവർ സംശയിക്കുന്നത് എല്ലാം നന്മയാക്കി മാറ്റുന്ന ദൈവത്തിന്റെ പരിപാലനയാണ്. ഇന്ന് എനിക്കൊരു സഹനമുണ്ട്, ഞാൻ തളർന്നു കിടക്കുകയാണ്, പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ഈ അവസ്ഥയെ നന്മയാക്കി മാറ്റുന്നവനാണ് ദൈവം. ദ പ്രൊവിഡൻസ് ഓഫ് ഗോഡ് മേക്സ് ടേൺസ് എവരിതിങ് ഫോർ മൈ ഗുഡ്. എന്റെ നന്മയ്ക്കായി, എന്റെ നന്മയാക്കി മാറ്റാൻ വേണ്ടിയാണ് എനിക്കൊരു സഹനമുണ്ടായത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. 4ാമതായി അദ്ദേഹം പറഞ്ഞു, നിശബ്ദതയാണ് ശക്തി. നമ്മൾ നിശബ്ദരാകുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി സംസാരിച്ചു കൊള്ളും. നിശബ്ദത വിനയമാണ്. ആർക്കാണ് ഇത്തിരി സഹനമുണ്ടായപ്പോ അല്ലെങ്കിൽ ഒരു പ്രയാസമുണ്ടായി, മറ്റുള്ളവര് തള്ളിപ്പറഞ്ഞു, കുറ്റപ്പെടുത്തി, ഇല്ലാത്തതൊക്കെ കുറെ സഹനം ഉണ്ടാക്കി, അപ്പോഴും മിണ്ടാതെ നിൽക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാകണം? വിനയമുണ്ടാകണം. ഈശോ നിന്നതുപോലെ വിനയമുണ്ടാകണം. ഇനി 5ാമതായി നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ് പരാതികൾ, കുറ്റം പറയലുകൾ കേട്ടു നിൽക്കാതിരിക്കുക. നമ്മൾ കേട്ടു നിൽക്കാതെ അവോയ്ഡ് അതേഴ്സ് കംപ്ലൈന്റ്സ് ആൻഡ് ക്രിറ്റിസിസം. മറ്റുള്ളവരുടെ കാര്യം നമ്മൾ അധികം പരിഗണിക്കാതിരിക്കുക.
നമുക്ക് നമ്മുടെ കാര്യം തന്നെ ഇഷ്ടം പോലെ നോക്കാനുണ്ട്. പക്ഷെ ചില ആളുകൾ കുമ്പസാരിക്കുമ്പോൾ കൂടുതലും കുമ്പസാരിക്കുന്നത്, അച്ഛാ ഞാൻ ഒരിത്തിരി ദേഷ്യപ്പെട്ടു പോയി. ശരി, അപ്പൊ ശരി, അച്ഛൻ ചോദിക്കുക എന്താണ് ഞാൻ ദേഷ്യപ്പെട്ടെന്ന്. അല്ല, അതിന്റെ ആവശ്യമില്ലല്ലോ. ഞാൻ ദേഷ്യപ്പെട്ടു, പക്ഷെ അതിന് തക്കതായ കാരണമുണ്ട്. എന്നിട്ട് അത് ദേഷ്യപ്പെട്ടു, സ്വന്തം പാപം പറഞ്ഞു. എന്താണ് ഒരു പാപം? ഞാൻ ഒരിത്തിരി ദേഷ്യപ്പെട്ടു. എന്നിട്ട് ദേഷ്യപ്പെടാനുണ്ടായ കാരണങ്ങളിലേക്ക് പോകുമ്പോ ആരിലെത്തും? ഞാൻ ദേഷ്യപ്പെട്ടതിന്റെ കാരണോ എന്റെ ഭർത്താവ്, അച്ഛാ. എന്നിട്ട് അവര് ഇവര് അവസാനം എല്ലാവരുടെയും കുറെ കുറ്റങ്ങൾ പറഞ്ഞിട്ട് പറയാണ്, അതുകൊണ്ട് ഞാനൊരിത്തിരി ദേഷ്യപ്പെട്ടു, എന്നോട് ക്ഷമിക്കണം. പറഞ്ഞത് മുഴുവനും ആരുടെ പാപമാണ്? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് മറ്റൊരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. അത് 11-ാമത്തെ. അപ്പോൾ നമ്മളത് പരാതി പറയുന്നതിനെ കുറിച്ചുള്ള അവകാശം ഉപേക്ഷിക്കാൻ പറഞ്ഞ് നമ്മളത് അവസാനിപ്പിച്ചു. നമ്മൾ 11-ാമത്തെ കാര്യത്തിലേക്ക് പോവുകയാണ്. 11-ാമത്തെ കാര്യം ഇതാണ്: നമ്മെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം ഒന്നാമതായി പരിഗണിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. എഴുതി വെക്കുന്നവരുള്ളത് കൊണ്ട് അച്ഛൻ ഒന്നുകൂടി പറയാം. നമ്മെ തന്നെ, എന്നിട്ടൊരു വരി ഇട്ടോ, എന്നിട്ട് സ്വന്തം ഇഷ്ടം, ഒരു വരിയും കൂടി ഇട്ടോ, ഒന്നാമതായി പരിഗണിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. ഒന്ന് വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ്, സ്വന്തം ഇഷ്ടം ഒന്നാമതായി പരിഗണിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. ഹല്ലേലൂയ. ഒരു ഉദാഹരണം പറഞ്ഞു തുടങ്ങാം. കൊച്ചു പിള്ളേരുടെ ഉദാഹരണം പറഞ്ഞു തുടങ്ങാം. പിള്ളേര് വീട്ടിൽ കിടക്കുന്ന സമയത്ത് 3 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 2 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. കട്ടിലിൽ കിടക്കാണ്, കുറച്ച് വലുതായി വിട്ട്. അപ്പൊ ഒരാൾക്ക് അറ്റത്ത് കിടക്കണം. ഒരാൾ അറ്റത്ത് കിടക്കണമെന്ന് പറഞ്ഞപ്പോ മറ്റേ ആൾ പറയാണ്, എനിക്കും അറ്റത്ത് കിടക്കണം. അപ്പൊ 2 പേരും കൂടി ഗുസ്തി എന്തിനു വേണ്ടിയാണ്? അറ്റത്ത് കിടക്കണം. ശരി, അത് കഴിഞ്ഞപ്പോ ഒരാൾ പറഞ്ഞു, എനിക്ക് ചുമരിനോട് ചേർന്ന് കിടക്കണം. അപ്പൊ മറ്റേ ആൾക്കും അതിന്റെ പേരിലും. ക്ലിയർ ആയ ഉദാഹരണം കൊച്ചു പിള്ളേരുടെ ആയതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവും, ഇല്ലേ? മുതിർന്നവരിലേക്ക് വരാം, വിഷമിക്കണ്ട. അപ്പൊ കൊച്ചു പിള്ളേർ അറ്റത്ത് കിടക്കണം, അറ്റത്തിരിക്കണം എന്നൊക്കെ. ഇപ്പൊ കാറിൽ പോകുമ്പോ, പണ്ട് നമുക്ക് കാറിൽ പോകുമ്പോ ഒരാൾ സൈഡിൽ, ബസ്സിൽ പോകുമ്പോ 2 പിള്ളേരെയും കൊണ്ട് ബസ്സിൽ പോവാണ്. 2 പേർക്ക് അവിടെ ഇരിക്കണം, സൈഡിൽ ഇരുന്ന് കാഴ്ച കാണണം. ഒരാൾ കുറച്ചു നേരം കാഴ്ച കണ്ടു കഴിയുമ്പോഴേക്കും മറ്റേ ആൾ പിടിച്ചു വലിക്കും, ഇനി ഞാൻ കാണാം. അപ്പൊ 2 പേർക്കും ബസ്സിൽ യാത്ര ചെയ്യുമ്പോ ഈ വിൻഡോ സീറ്റ് വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ പേരില് തല്ല് പിടിക്കാറുണ്ട്. ഇനി സ്കൂൾ ബെഞ്ചില് ചില പിള്ളേർക്ക് അങ്ങനെയുണ്ട്, എനിക്ക് 2ാമത്തെ ബെഞ്ചില് ആദ്യം ഇരിക്കണം. തല്ല് പിടിക്കാൻ ആരെങ്കിലും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. സ്വന്തം ഇഷ്ടങ്ങളാണ് പ്രധാനം. എന്റെ ഇഷ്ടം നടക്കണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ ചോറ് വിളമ്പിപ്പോ അമ്മ എനിക്ക് ആദ്യം വിളമ്പാതെ അയാൾക്ക് ആദ്യം വിളമ്പി. അതിന്റെ അർത്ഥം എന്താണ്? എന്നോടല്ല സ്നേഹം. അപ്പൊ എനിക്ക് ആദ്യം വിളമ്പണം, എനിക്ക് ആദ്യം കിട്ടണം. അപ്പൊ നമ്മൾ ഈ സ്വന്തം ഇഷ്ടം ഒന്നാമതായി പരിഗണിക്കാനുള്ള അവകാശം എവിടെ മുതൽ ആരംഭിച്ചിരിക്കുകയാണ്? കൊച്ചുനാളിൽ ആരംഭിക്കുകയാണ്. അത് കുഞ്ഞ്, ഒരു 8ഉം പൊട്ടും തിരിയാത്ത കുഞ്ഞിന് വിശക്കുമ്പോ തന്നെ കുഞ്ഞെന്ത് ചെയ്യാൻ തുടങ്ങാണ്? കരയാൻ തുടങ്ങാണ്. കൊച്ച്, അയ്യോ 2 മണി ആയല്ലോ, അമ്മ ഉറങ്ങായിരിക്കും, ഇപ്പൊ കരയണ്ടെന്ന് വിചാരിച്ചിട്ടാണോ കൊച്ചു കരയുന്നത്? കൊച്ചിന് വിശന്നു, കൊച്ച് കരഞ്ഞു. പാല് കിട്ടുന്നത് വരെ കുഞ്ഞ് കരഞ്ഞു. ഹല്ലേലൂയ. അപ്പോ സ്വന്തം ഇഷ്ടം ഒന്നാമതായി പരിഗണിക്കണം. ഇത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ, മുതിർന്നവരായി കഴിയുമ്പോ, കല്യാണമൊക്കെ കഴിച്ച് പിള്ളേരൊക്കെ ആയി കഴിഞ്ഞപ്പോ ഭർത്താവ് പറയാണ്, ഈ വീട്ടിൽ ഞാൻ പറയുന്നതാണ് നടക്കേണ്ടത്.
ഞാൻ പറയുന്നതനുസരിച്ച് ജീവിക്കാൻ പറ്റുകയില്ലെങ്കിൽ ഇവിടെ നിൽക്കണ്ട, എന്റെ ഇഷ്ടം ഒന്നാമതായി പരിഗണിക്കണം. അല്ലേ? ഇനി ഭാര്യ അതൊക്കെ സഹിച്ച് അവസാനം മകൻ കല്യാണം കഴിച്ച് ഭാര്യ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ പണ്ട് കെട്ടിയാൻ പറഞ്ഞ അതേ ഡയലോഗ് മകനോടും മരുമകളോടും പറയാണ്, ഇതിപ്പോ എന്റെ പേരിലാണ്, ഇവിടെ ഞാൻ പറയുന്നതാണ് നടക്കേണ്ടത്. എന്നെ അനുസരിച്ച് ബഹുമാനിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ രണ്ടുപേരും ഇപ്പിറങ്ങിക്കോ. എന്റെ ഇഷ്ടം ഒന്നാമതായി. എല്ലാ തല്ലുപിടുത്തത്തിന്റെയും പിറകിലുള്ളത് നോക്കിക്കോ, എന്റെ ഇഷ്ടം ഒന്നാമതായി പരിഗണിക്കപ്പെടണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി മക്കള് കുറച്ച് വലുതായി കഴിഞ്ഞപ്പോ അമ്മ ഇത്തിരി പ്രായമൊക്കെ ആയി, അമ്മയുടെ പല്ല് കൊഴിഞ്ഞു അല്ലേ? അപ്പോ മരുമകൾ അമ്മയോട് പഴയ ഡയലോഗ് പറയുകയാണ്, ഇപ്പൊ ഇത് ഞങ്ങളുടെ പേരിലാണ്, ഞങ്ങൾ പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഇവിടെ നിന്നാ മതി, അല്ലെങ്കിൽ ഇറങ്ങിക്കോ. അപ്പോ നമുക്കെല്ലാവർക്കും എന്തിനവകാശമുണ്ട്? നമ്മുടെ ഇഷ്ടം ഒന്നാമതായി പരിഗണിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം യേശുനാമത്തിൽ, നീ ഈശോയിലാണെങ്കിൽ അതില്ല. നീ ക്രിസ്ത്യാനിയാണെങ്കിൽ നിനക്ക് ഈ അവകാശം ഇല്ല. നീ ഈശോയിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ, നീ കുരിശ് കഴുത്തിൽ തൂക്കിയിടുന്ന ഒരാളാണെങ്കിൽ, ഈശോ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ നിന്നെ തന്നെ പരിത്യജിച്ച് നിന്റെ ആഗ്രഹങ്ങൾ, നിന്റെ ഇഷ്ടങ്ങൾ ഒന്നാമതായി പരിഗണിക്കാനുള്ള ആ താല്പര്യം ഉപേക്ഷിച്ച് എന്റെ പിറകെ വാ. എന്റെ പിറകെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയുന്നു എനിക്ക് ഇന്നത് വേണം, എനിക്കിങ്ങനെ വേണം, എന്റെ ഇഷ്ടമനുസരിച്ച് ബാക്കിയുള്ളവർ അഡ്ജസ്റ്റ് ചെയ്യണം. ഭക്ഷണം എനിക്കിഷ്ടമുള്ളത്, ചില പിള്ളേരുണ്ട് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കിക്കൊള്ളണം. അപ്പന്റെ ഇഷ്ടമല്ല, അമ്മയുടെ ഇഷ്ടമല്ല, അവരുടെ ഇഷ്ടം നടക്കണം. ഇനി പിക്നിക്കിന് പോകുമ്പോ കുറച്ച് ഉദാഹരണങ്ങൾ, ഇപ്പൊ ഒരു ഗ്രൂപ്പ് പിക്നിക്കിന് പോകാനായിട്ട് ആലോചിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഇന്ന സ്ഥലത്ത് പോയാൽ മതി, എന്താണ് എനിക്ക് അവിടെ പോയാൽ മതി, അല്ലെ ബാക്കിയുള്ളവർക്ക് അവിടെ പോകാനല്ല ഇഷ്ടം, അതൊന്നും നോക്കണ്ട, എന്റെ ഇഷ്ടം നടന്നാ മതി എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നവരുണ്ട്. ദേ ആർ പീപ്പിൾ ഓഫ് സെൽഫ് അംബീഷൻ. പ്രിയപ്പെട്ടവരെ, തിമോത്തിക്ക് എഴുതിയ ഇന്നത്തെ ആദ്യത്തെ വചനം എടുക്കുകയാണ്. 2 തിമോത്തി 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് വായിച്ച് മുന്നോട്ട് പോകാം. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർവിഷ്ഠരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും കൃതജ്ഞരും എന്ന് പറഞ്ഞാൽ നന്ദിയില്ലാത്തവരും വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യരുണ്ടാകും. ഒന്ന് നിർത്തിയേ, പറയാണ് അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. അപ്പോൾ സ്വാർത്ഥമോഹികള്, അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോ പറഞ്ഞത് മുഴുവനും. സ്വന്തം കാര്യം ചിന്താബാ, അല്ലേ? സ്വന്തം കാര്യം നടക്കണമെന്ന് പറയുന്ന സ്വാർത്ഥമോഹികള് എവിടെയുണ്ടാകും? സ്വന്തം കാര്യം നടക്കണം, എന്റെ കാര്യം നടക്കണം, ഞാൻ പറഞ്ഞത് നടക്കണം എന്നൊക്കെ പറയുന്ന മനുഷ്യരുള്ളത് എവിടെയാണ്? വീട്ടില്, അല്ലേ? വീട്ടിൽ താമസിക്കുന്നത് ആരൊക്കെയാണ്? നമ്മള്.
ഹല്ലേലൂയ. അപ്പൊ സ്വാർത്ഥ സ്നേഹികൾ ഉണ്ടാകും, ധനമോഹികൾ ഉണ്ടാകും, അഹങ്കാരികൾ ഉണ്ടാകും, ഗർവിഷ്ഠരുണ്ടാകും, ദൈവദൂഷകരുണ്ടാകും. പള്ളിയിൽ പോയിട്ടൊന്നും കാര്യമില്ല, നീ പ്രാർത്ഥിക്കാൻ പോകുന്നത് വെറുതെയാണ്, നിന്റെ ഈ പ്രാർത്ഥിക്കാൻ പോക്കൊക്കെ ഒരു അഭിനയമാണ് എന്നൊക്കെ പറയുന്ന ദൈവദൂഷകരുണ്ടാകും. മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരുണ്ടാകും. എവിടെ? വീട്ടിലുണ്ടാകും. കാരാപറമ്പിലുണ്ടാവുന്നല്ല, വീട്ടിൽ. കൃതജ്ഞരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദിയില്ലാത്തവർ. ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ ഓർക്കാത്തവർ, പ്രാർത്ഥിക്കാൻ മനസ്സില്ലാത്തവർ, ഈശോയെന്ന് വിളിക്കുന്നതിൽ തീഷ്ണതയില്ലാത്തവർ, ഞായറാഴ്ച കുർബാനയും വേണ്ട, അനുദിനമുള്ള കുർബാനയും വേണ്ട എന്നൊക്കെ കരുതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ, ദൈവത്തോട് നന്ദിയില്ലാത്തവരും. തുടർന്ന് വായിച്ചേ. വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യരുണ്ടാകും. ആവശ്യമില്ലാത്തത് കണ്ടും ആവശ്യമില്ലാത്തത് കേട്ടും ഒക്കെ ജീവിക്കുന്ന, ആവശ്യമില്ലാത്ത മെസ്സേജുകളൊക്കെ അയച്ചും വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യരുണ്ടാകും. തുടർന്ന് അപ്പൊ അതായത് ഇത് മുഴുവൻ പറയുന്നത് സ്വന്തം ഇഷ്ടം, സ്വന്തം കാര്യം നോക്കി സ്വന്തം തന്നെ ഒന്നാമതായി പരിഗണിച്ച് ജീവിക്കുന്ന മനുഷ്യരുണ്ടാകും. തുടർന്ന് വായിക്കാം. അവർ മനുഷ്യത്വമില്ലാത്തവരും. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ മനുഷ്യത്വം എന്ന് പറയുന്നത്? ദയ എന്ന് പറയുന്നതാണ് മനുഷ്യത്വം. ഇന്നത്തെ കാലത്തെ പ്രഭാഷണത്തിൽ സെബാസ്റ്റ്യൻ പറഞ്ഞത് മുഴുവനും ദയയെ കുറിച്ചാണ്. ദയയില്ലാത്ത മനുഷ്യരുണ്ടാകും. മനോഹരമായൊരു ഉദാഹരണം തോമസ് ജെഫേഴ്സൺ എന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ച് അച്ഛൻ പറഞ്ഞു. നദി കടക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യന്റെ അടുത്ത് ഇദ്ദേഹം എത്തുന്നു. ഈ തോമസ് ജെഫേഴ്സനെ കാണുമ്പോൾ തന്നെ ഈ വയോധികന് സഹായം ചോദിക്കാൻ തോന്നുന്നു. അദ്ദേഹം ഈ പാവപ്പെട്ട മനുഷ്യനെ തന്റെ കുതിരപ്പുറത്ത് കയറ്റുന്നു. തണുത്തുറഞ്ഞു കിടക്കുന്ന ഒരു നദിയാണ്, പക്ഷെ അതിലൂടെ നമ്മൾ നടന്നു പോകാൻ പറ്റില്ല. കുതിരപ്പുറത്ത് സഞ്ചരിച്ച് നദി കടത്തി കൊടുക്കുക മാത്രമല്ല, ഇയാൾക്ക് പോകേണ്ട ഇടത്തേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുക കൂടി ചെയ്യുന്ന അമേരിക്കൻ പ്രസിഡന്റ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ദയ എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഒരാളിൽ ഉണ്ടാകുന്നൊരു കാര്യമല്ല. അച്ഛൻ അതുകൊണ്ടാണ് അതിനോട് കൂട്ടിച്ചേർത്തത്, കാണുന്ന എല്ലാ മനുഷ്യരെയും നോക്കി സ്നേഹത്തോടെ പുഞ്ചിരിക്കുകയും കുശലം അന്വേഷിക്കുകയും ഒക്കെ ചെയ്ത് ആ ദയ ഓരോ ദിവസവും വളർത്തിയെടുത്ത് ഒടുവിൽ അയാളുടെ കണ്ണുകളിൽ നോക്കിയാൽ തന്നെ, വെറുതെ നോക്കിയാൽ മതി, കണ്ണുകളിൽ ദയയുണ്ടെന്ന്. ദയയോടുകൂടെ സംസാരിക്കുന്നവരെ കുറിച്ചാണ്. ഈശോ എപ്രകാരമാണ് ദയയോടെ സംസാരിക്കുന്നത്? അങ്ങനെ ദയയോടെ പെരുമാറാൻ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വേണം എന്ന ഒരു സന്ദേശമായിരുന്നു നമ്മുടെ കാലത്തെ പ്രഭാഷണത്തിലെ സന്ദേശം. നമുക്ക് കൈയടിച്ച് കർത്താവിനെ നന്ദി പറയാം. അപ്പോൾ മനുഷ്യത്വമില്ലാത്തവരായി മാറുന്നത്, മനുഷ്യത്വമില്ലാത്ത മനുഷ്യരുണ്ടാകും. അവർ മനുഷ്യത്വമില്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും അപവാദം പറയുന്നവരും. ഇല്ലേ, ഒന്നിനും വഴങ്ങാത്തവര്, ഒരു കാര്യത്തിന് വിട്ടുവീഴ്ച ചെയ്യാത്തവര്. ചേട്ടാ അതങ്ങനെയല്ല, ഇങ്ങനെയാണ്, ഒന്നിനും വഴങ്ങാത്ത, നീ എന്നെ പഠിപ്പിക്കാൻ വരികയാണ് എന്ന് ചോദിക്കുന്ന, ഒന്നിനും വഴങ്ങാത്തവര്. മുതിർന്നവര് മാത്രമല്ല, പിള്ളേരും ഇപ്പൊ അങ്ങനെ തന്നെയാണ്, അതേ ടോണാണ്. എന്നെ പഠിപ്പിക്കാൻ വരും. ഒന്നിനും വഴങ്ങാത്തവരും അപവാദം പറയുന്നവരും, മറ്റുള്ളവരെ കുറിച്ച് തിന്മ പറയുന്നവരും, ആത്മനിയന്ത്രണമില്ലാത്തവരും. ഒന്നിനും ഒരു സെൽഫ് കൺട്രോൾ ഇല്ല, ഒന്നിനും ഒരു നിയന്ത്രണമില്ല. പണം ചെലവഴിക്കുന്നതിന് കാണാൻ തോന്നുമ്പോ കാണും, പോകാൻ തോന്നുമ്പോ പോകും. ആത്മനിയന്ത്രണമില്ലാത്തവര്, ക്രൂരന്മാരും, നന്മയെ വെറുക്കുന്നവരും, വഞ്ചകരും, എടുത്തുചാട്ടക്കാരും, അഹന്തയുള്ളവരും, ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരുമായിരിക്കും. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ,
പ്രിയപ്പെട്ടവരെ, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി പൗലോസ് അപ്പോസ്തലൻ തിമോത്തിക്ക് എഴുതിയ ലേഖനത്തില് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി മനുഷ്യൻ എങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് പറയാണ്. ഒന്നിനും വഴങ്ങാത്തവര്, അനുസരണയില്ലാത്തവര്, തട്ടിക്കയറുന്നവര്, ആത്മനിയന്ത്രണമില്ലാത്തവര്, സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിക്കുന്നവര്. അവർക്ക് ഇനി എങ്ങനെ സുഖിക്കാം, അവരുടെ അടുത്ത ചിന്ത അതാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കൈ കഴുകണേൽ മുമ്പ് ചോദിക്കാണ് ഉച്ചക്ക് എന്താണെന്ന്. കൈ കഴുകി തോർത്തിയിട്ടില്ല, കൈ കഴുകിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോഴാണ് ചോദിക്കുന്നത് ഉച്ചക്ക്. സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിക്കുന്നവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തനിക്ക് മുകളിൽ ആരെങ്കിലും കയറിപ്പോകുന്നു എന്ന ചിന്ത അവരെ അസ്വസ്ഥപ്പെടുത്തുന്നു. അതാണ് സാവൂളിന്റെ ഒരു ഉദാഹരണം. നമ്മൾ എപ്പോഴോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. സാവൂളിന്റെ ഉദാഹരണം 1 സാമുവേൽ 18:6 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളിലാണ്. 1 സാമുവേൽ 18:6 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളിൽ വായിക്കാം. ദാവീദ് ഗോലിയാത്തിനെ സംഹരിച്ചതിന് ശേഷം അവർ മടങ്ങി വരുമ്പോൾ ഇസ്രായേലിലെ എല്ലാ നഗരങ്ങളിലും സ്ത്രീകൾ തപ്പും മറ്റു വാദ്യങ്ങളുമായി ആടിപ്പാടി സന്തോഷത്തോടെ സാവൂളിനെ എതിരേറ്റു. അപ്പോ റിസപ്ഷൻ വെച്ചിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? സാവൂളിന് വേണ്ടിയാണ്. ആടിപ്പാടി അവർ സാവൂളിനെ എതിരേറ്റു എന്നാ പറയുന്നത്. എന്നിട്ട് അവർ സന്തോഷം കൊണ്ട് മതിമറന്നു പാടി. സാവൂൾ 1000 കൊന്നു, ദാവീദ് 10,000. ആഹാ, ഞാനാണ് മുഖ്യമന്ത്രി, എന്നിട്ട് എനിക്ക് കൂടുതൽ പേര് തരുന്നതിന് പകരം വെറും മന്ത്രിക്ക് കൂടുതൽ പേര് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ സാവൂളിന് വിഷമമായി. എന്നിട്ട് സാവൂൾ എന്താ പറയുന്നത്? സാവൂള് ഇത് സാവൂളിന് ഇഷ്ടപ്പെട്ടില്ല. അവന് എന്ത് വേണം? 1ാം സ്ഥാനം വേണം. എല്ലാവരെക്കാളും ദാവീദിനെ അവർ അംഗീകരിച്ചതിനേക്കാളും കൂടുതൽ സാവൂളിന്റെ ആഗ്രഹം എന്താണ്? സാവൂളിനെ അംഗീകരിക്കണം. ദാവീദിന് കൂടുതൽ ക്രെഡിറ്റ് കൊടുത്തത് സാവൂളിന് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇതിനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആദ്യം പറഞ്ഞത്. എന്താണ്? 1ാം സ്ഥാനം ലഭിക്കാനുള്ള അവകാശം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇത് ഇങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോ സാവൂളിന്റെ ഉള്ളിൽ എന്തുണ്ടായി? അസൂയയുണ്ടായി, കോപമുണ്ടായി. പിന്നെ ദാവീദിനെ കണ്ടപ്പോ സാവൂൾ എന്താ ചെയ്തെന്നറിയാവോ? കുന്തമെടുത്തൊരൊറ്റ കയറ് കൊടുത്തു. ചാവണമെങ്കിൽ ചാവട്ടെ, ഞാനല്ലാതെ എനിക്ക് മുകളിൽ ഇവിടെ വേറൊരാളും ഉണ്ടാകരുത്. ഹല്ലേലൂയ. ഇതുപോലെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. കോംപ്ലക്സ് എന്നാണ് ഇതിനെ പറയുന്നത്. ഒരു ഭർത്താവ് ഭയങ്കര മദ്യപാനം, UK-യിലാണ്. ഭാര്യയ്ക്ക് നല്ല ജോലി, നല്ല ശമ്പളം. ഇവനും അവിടെ എത്തിയിട്ടുണ്ട്. ഇവനെ അവളുടെ ഡിപ്പെൻഡന്റ് വിസയിൽ, സ്പൗസ് വിസയിൽ ഇവനെ അവിടെ കൊണ്ടുപോയി. അവന് ജോലി. ഇവൻ വിചാരിച്ചത് അവിടെ ചെല്ലുമ്പോ തന്നെ ജോലിയും പിടിച്ചുകൊണ്ട് UK-യിലെ പ്രധാനമന്ത്രി എയർപോർട്ടിൽ തന്നെ ഉണ്ടാവുമെന്ന് വിചാരിച്ചാണ് ചെന്നത്. മോനെ ജോലി, ഒന്ന് ജോലിക്ക് വരുവോടാ, ഒന്ന് ജോലിക്ക് വരും. ഞാൻ വരൂല്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ വിചാരിച്ചാണ് അവിടെ ചെന്നത്. ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തു, കിട്ടിയില്ല. അടുത്തതിന് അപ്ലൈ ചെയ്തു, കിട്ടിയില്ല. അങ്ങനെ 10 സ്ഥലം കഴിഞ്ഞ് 10-25 സ്ഥലത്ത് കയറി ഇറങ്ങി ഇപ്പൊ അവന് മനസ്സിലായി അവന്റെ ഗുണം. അപ്പൊ അവന് ഭാര്യ 2.5 ലക്ഷം രൂപയായിട്ട് വരുന്നു. 3 ലക്ഷം രൂപ അവളുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. ഇവനൊന്നുമില്ല, 0. കോംപ്ലക്സ് ആയി. അപ്പൊ അവനൊരു ചിന്ത. അപ്പൊ അവള് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ചേട്ടാ, ഞാൻ ജോലിക്ക് പോവാണ്, ഞാൻ വരുമ്പോഴേക്ക് ഈ തുണി ഒന്ന് അലക്കിയിട്ട.
ഞാൻ പോവാണേ, പാത്രം ഒന്ന് കഴുകി വെച്ചാക്കണേ. വെറുതെ ഇരിക്കല്ലേ? അവള് ജോലിയും ചെയ്യണം, പാത്രവും കഴുകണം, തുണിയും കഴുകണം, മുറ്റമില്ല, അപ്പൊ വീടും അടിക്കണം, തുടക്കണം, എല്ലാം കൂടി നടക്കോ? ഇല്ല. അപ്പൊ അവള് പോവാൻ നേരത്ത് പറയും, ഈ സാരി ഒന്ന് അലക്കിട്ട. അതൊക്കെ വന്നു കഴിഞ്ഞപ്പോ അവസാനം അവന്, നിനക്കിപ്പൊ അഹങ്കാരമാടി, നിനക്കേ അഹങ്കാരം തലക്ക് പിടിച്ചിരിക്കുകയാണ്. പാത്രം കഴുകാത്തത് പറഞ്ഞത് കൊണ്ടാണെന്ന് പറയല്ല, നിന്റെ മട്ടും ഭാവവും നടപ്പും ഒക്കെ കണ്ടിട്ട് നിനക്കിപ്പോ എന്നെ വേണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവൻ കള്ളു കുടിക്കാൻ തുടങ്ങുന്നു. അവള് വരുമ്പോഴേക്കും ഇവൻ പൂസായി കിടന്നുറങ്ങുന്നു. വീട് അടിച്ചു വാരുന്നതിന് പകരം ഛർദിച്ച് വൃത്തികേടാക്കിയിടുകയാണ്. പ്രിയപ്പെട്ടവരെ, അവൻ ഇവളെ പരമാവധി ദ്രോഹിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്നറിയാവോ? നീ എനിക്ക് മുകളിലാണെന്ന് നിനക്ക് ചിന്ത ഉണ്ടാവാൻ പാടില്ല. ഈ വീട്ടിലെ രാജാവ് കാക്കാശിന് ഗുണമില്ലെങ്കിലും ഞാൻ തന്നെയാണ്. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മുടെ മക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഒരു ഉദാഹരണം പറയാം. 2004 ഒരു പൊളിറ്റിക്കൽ ഉദാഹരണം പറയാം. 2004 പൊതുതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പൊതുതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടി പാർലമെന്റില്. അന്ന് കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നത് ശ്രീമതി സോണിയാഗാന്ധിയാണ്. എല്ലാവരും അന്ന് പ്രതീക്ഷിച്ചത് സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നാണ്. പാർട്ടിയുടെ ആഗ്രഹവും അത് തന്നെയായിരുന്നു. അങ്ങനെ സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകാനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റു പാർട്ടിയിലുള്ള ചില അംഗങ്ങൾ പറഞ്ഞു, സോണിയാഗാന്ധി വിദേശ വനിതയാണ്, അവർ പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുത്താൽ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ ചില ആളുകൾ ഭീഷണി മുഴക്കുകയും അവസാനം സോണിയാഗാന്ധി ഒരു തീരുമാനമെടുക്കുകയാണ്, എനിക്ക് പ്രധാനമന്ത്രിയാകണ്ട, എനിക്ക് പ്രധാനമന്ത്രിയാകണ്ട. അങ്ങനെയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് 2004 UPA ഗവൺമെന്റിന്റെ സാരഥ്യം ഏറ്റെടുത്തുകൊണ്ട് പ്രധാനമന്ത്രിയാകുന്നത്. നിങ്ങളുടെ ഓർമ്മയിലുള്ള ഒരു സംഭവമാണ്. പ്രിയപ്പെട്ടവർ, അച്ഛൻ ചോദിക്കട്ടെ, ഈ സഹോദരിക്ക് സോണിയാഗാന്ധിക്ക് പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കുന്നു എന്ന് വിചാരിച്ച് ആരെങ്കിലും പാർട്ടിയിൽ എതിർപ്പുണ്ടോ? ഇല്ല. വോട്ട് ചെയ്യാൻ എല്ലാം ഓക്കെയാണ്. അവർക്ക് വിചാരിച്ചാ പോരെ, വിഷമമുള്ളവര് വിഷമിക്കട്ടെ, ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞവര് ആത്മഹത്യ ചെയ്യട്ടെ, ഇനിയിപ്പോ ഞാനെന്ത് ചെയ്യാനാണ്? പക്ഷെ അവര് ആ അധികാരം ഒന്നാമതായിരിക്കാനുള്ള ആ ഒരു സാധ്യത വേണ്ട എന്ന് വെച്ചിട്ട് രണ്ടാമതോ മൂന്നാമതോ ഒക്കെ ഒരു മന്ത്രി പോലും ആകുന്നില്ല, ഒരു അംഗമായിട്ട് ഇരിക്കുകയാണ്. അത് നല്ലൊരു ഉദാഹരണമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുപാടുമുള്ളത് പൊളിറ്റിക്സിലുള്ള ഉദാഹരണമാണ് എന്ന് വിചാരിച്ച് നമ്മൾ ധ്യാനിക്കാതിരിക്കേണ്ട കാര്യമില്ല. അത് മനോഹരമായൊരു ഉദാഹരണം തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ഭോഷനായ ഒരു ധനികന്റെ ഉദാഹരണം പറഞ്ഞു. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ആ ഉദാഹരണം വായിക്കുകയാണ്. വായിക്കാം. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 16 മുതൽ 21 വരെ. ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു, ഒരു ധനികന്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി. അവനിങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്ത് ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എന്റെ അറപ്പുറകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും, അതിലെന്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും. അനന്തരം ഞാൻ എന്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു,
ബോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാകും? ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വയ്ക്കുന്നവനും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ഉദാഹരണത്തിൽ, ഈ ഉപമയിൽ ഈശോ അവതരിപ്പിക്കുന്ന മനുഷ്യന്റെ പ്രത്യേകത എന്താണ്? അവന്റെ ഇഷ്ടങ്ങൾ ഒന്നാം സ്ഥാനത്ത്. ഒരു കവിയോട് ചോദിക്കുകയാണ്. കഥ പോലെ, ഒരു സംഭാഷണം പോലെയുള്ള ഒരു കവിതയാണ്, ചെറിയ കവിതയാണ്. കവി, നിനക്ക് ആരോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ചോദ്യം. അപ്പൊ കവി പറയുകയാണ്, എന്നോട് തന്നെ. എന്താണ് ഉത്തരം? അപ്പൊ നമ്മളോട് നിനക്ക് ആരോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എന്നോട്. അപ്പൊ രണ്ടാമത്തെ ചോദ്യം, അത് കഴിഞ്ഞാലോ? അങ്ങനെ ഒരു പരിപാടിയില്ലേ? അത് കഴിഞ്ഞാലോ? അപ്പോൾ അവസാനത്തെ ഉത്തരം, അത് കഴിയില്ലല്ലോ. കവിത കഴിഞ്ഞു. ഇത്രയുള്ള കവിത, പക്ഷെ മനോഹരമാണ്, സുന്ദരമാണ്. കവി, നിനക്കാരോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എന്നോട് തന്നെ. അത് കഴിഞ്ഞാലോ? അത് കഴിയില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ഈ ഭോഷനായ ധനവാൻ. ഭോഷനായ ധനവാനോട് ചോദിച്ചോ, നിനക്കാരോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എന്നോട് തന്നെ. അത് കഴിഞ്ഞിട്ട് അത് കഴിയില്ല. അവനെ കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവൻ ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവനെ ഈശോ എന്തെന്ന് വിളിക്കുന്നത്? ഭോഷൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ നമുക്ക് തന്നെ ഈ ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ടിരുന്നാൽ ദൈവം ഒരു ദിവസം നമ്മെ ആ പേര് വിളിക്കും. എന്താണ് ആ പേര്? ഹല്ലേലൂയ. അത് പുല്ലിംഗമാണ്. സ്ത്രീലിംഗത്തിൽ എങ്ങനെ വിളിക്കുന്ന? ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ, ലാസറും ധനവാന്റെയും ഉദാഹരണത്തിൽ, ലാസറും ധനവാനും ആ ഉപമയിൽ ഈശോ പറയുന്നത്, ഈ ധനവാൻ അവനെ കുറിച്ച് മാത്രം ചിന്തിച്ചു. അവനെ കുറിച്ച്, അവന് എല്ലാ ദിവസവും പട്ടുവസ്ത്രം വേണം, അവൻ എല്ലാ ദിവസവും നല്ല ഭക്ഷണം വേണം, അവൻ എല്ലാ സുഖ സൗകര്യവും വേണം. അവസാനം അവൻ മരിച്ച് നരകത്തിൽ കിടക്കുമ്പോഴും അവൻ ചിന്തിക്കുന്നത് ആരെ കുറിച്ചാണെന്ന് അറിയാവോ? ആ ലാസറിനൊന്ന് വിട്ടു തരൂ. എന്താണ്? എനിക്ക് വായയിൽ വെള്ളം തരാൻ പറ്റൂലേ? വേണ്ട, ലാസറിനെ ഒന്ന് എന്റെ വീട്ടിലേക്ക് വിടാവോ? അവിടെ എന്റെ സഹോദരന്മാര് കഷ്ടപ്പെടുന്നു. ഇവനെ അവിടെ കിടക്കുമ്പോഴും, നരകത്തിൽ കിടക്കുമ്പോഴും ആരെ കുറിച്ചാ ചിന്ത? എന്നെ കുറിച്ച് തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനത്തിൽ ഒരു ഉദാഹരണം വായിക്കുന്നു. സെബദീ പുത്രന്മാർ അവരുടെ അമ്മയെയും കൂട്ടി ഈശോയുടെ അടുക്കലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്. എന്താ ചോദിച്ചത്? ആ, അങ്ങയുടെ രാജ്യത്തിൽ അങ്ങ് ഉപവിഷ്ടനാകുമ്പോൾ എന്റെ ഈ ഒരു മകൻ വലത്തും മറ്റേ മകൻ ഇടതും ഇരിക്കാൻ അനുഗ്രഹിക്കണമേ. അപ്പൊ ബാക്കിയുള്ളവരോ? അവരെവിടെയെങ്കിലും ഇരുന്നോട്ടെ. ഇടത്തും വലത്തും നമ്മുടെ ആൾക്കാർ എല്ലാം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈശോ ഭർത്താവിന്റെ വചനം പറയാണ്. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാം അധ്യായം 3-ാമത്തെ തിരുവചനം വായിക്കാം. വചനം ഒന്നുകൂടി പറയാം. യാക്കോബ് 4:3 വായിക്കാം. ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ തിന്മയായിട്ടുള്ളവ ചോദിക്കുന്നത് കൊണ്ടാണ്. വലതുകരമുയർത്തി വീശിക്കൊണ്ട് പറയാം, ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ തിന്മയായിട്ടുള്ളവ
ചോദിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. അതായത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്. എന്റെ കാര്യം എങ്ങനെ നടക്കണം കർത്താവേ, ശരിക്കും ആ ചാൻസ് മറ്റേയാൾക്കുള്ളതാണ്, പക്ഷേ എനിക്ക് അതെങ്ങനെയെങ്കിലും കിട്ടണം. ഒരു ജോലി അങ്ങനെയുണ്ട്. മോഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് അവർക്ക് കിട്ടാതെ ഞാൻ പണം കൊടുത്ത് ഞാൻ അത് മേടിക്കുകയാണ്. ഒരു ജോലിയാണ്. അതിനെന്താ പറയുന്നത്? മോഷണം എന്നാണ് പറയുന്നത്. ഇനി പണം കൊടുത്ത് മേടിക്കാൻ പറ്റുന്നില്ല, അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ അത് എനിക്ക് കിട്ടണേ. ശരിക്കും അത് ആർക്ക് അവകാശപ്പെട്ടതാണ്? മറ്റേയാൾക്ക് അവകാശപ്പെട്ടതാണ്. ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചോദിക്കുകയാണ്. ഹല്ലേലൂയ. നീ നിന്നെ തന്നെ ഒന്നാമതാക്കി നിർത്തുകയാണ്. ഇനി രാജാക്കന്മാരെ കുറിച്ച്, രാജാക്കന്മാരെ ഇടയന്മാരെന്നാണ് വചനം വിളിക്കുന്നത്. നേതാക്കന്മാരെ കുറിച്ച് ഒരു ആരോപണം യെശയ്യായുടെ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. യെശയ്യാ 56:10 മുതലുള്ള തിരുവചനങ്ങളിൽ ദൈവത്തിന്റെ ആരോപണമാണ് രാജാക്കന്മാരെ കുറിച്ച്. വായിക്കാം. എന്റെ ജനത്തിന്റെ കാവൽക്കാർ അന്ധരാണ്. രാജാക്കന്മാര്, പ്രവാചകന്മാര്, പുരോഹിതന്മാര്, ഇവരൊക്കെ ജനത്തിന്റെ കാവൽക്കാരാണ്. അവരെ കുറിച്ച് പറയുകയാണ്, അവർ അന്ധരാണ്. കാരണം എന്താണ്? അവർ ഒന്നും അറിയുന്നില്ല. അവർ മൂകരായ നായ്ക്കളാണ് എന്ന് പറഞ്ഞാൽ അവർ കുരയ്ക്കേണ്ട സമയത്ത് കുരയ്ക്കുന്നില്ല. അതാണ് മൂകരായ നായ്ക്കളാണെന്ന് പറയുന്നത്. എന്താണ് കുരയ്ക്കേണ്ട സമയത്ത് കുരയ്ക്കുക എന്ന് പറഞ്ഞാൽ? ഒരു തെറ്റിനെ അല്ലെങ്കിൽ ഒരു അപകടത്തെ, ഒരു തിന്മയെ തിന്മയാണെന്ന് പ്രഖ്യാപിക്കാൻ വിളി കിട്ടിയവര് ഒരു തിന്മയെ തിന്മയാണെന്ന് പറയാതിരിക്കുന്നതിനെയാണ് വചനം മൂകരായ നായ്ക്കളാണെന്ന് പറയുന്നത്. ചില സമയത്ത് മാതാപിതാക്കളും ഇതുപോലെ ആയി പോകാറുണ്ട്. മക്കളുടെ ചില തിന്മകൾ കണ്ടിട്ട് മോനെ അത് തെറ്റാടാ എന്ന് പറയാൻ ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷെ അതിങ്ങനെ വിഴുങ്ങാണ്. വേണ്ട, പറയണ്ട, പറഞ്ഞാൽ ഇതിലും വലിയ പ്രശ്നമാകും എന്ന് പറഞ്ഞ് ഇങ്ങനെ വിഴുങ്ങും. വിഴുങ്ങി വിഴുങ്ങി അവസാനം തൈറോയിഡ് ആവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അവർ മൂകരായ നായ്ക്കളാണ്. അടുത്തത് വായിച്ചേ. അവർക്ക് കുരയ്ക്കാനാവുന്നില്ല. അവർ കിടന്ന് സ്വപ്നം കാണുന്നു. നിദ്രാപ്രിയരാണവർ. ആർത്തി പിടിച്ച നായ്ക്കളാണവർ. ഹല്ലേലൂയ. അതായത് ഇടയന്മാരായവര് ജനത്തിനു വേണ്ടി നിലകൊള്ളുന്നില്ല. അവർ സ്വന്തം കാര്യം നോക്കി നടക്കുകയാണ്. അവർ കറങ്ങിയടിച്ച് നടക്കുകയാണ്. അവർ ചുറ്റിയടിച്ച് നടക്കാനാണ് അവർക്ക് പ്രിയം. അവരുടെ സുഖഭോഗങ്ങളിൽ മുഴുകാനാണ് അവർക്ക് താല്പര്യം. ജനത്തിനു വേണ്ടി ത്യാഗമെടുക്കാൻ, ജനത്തിനു വേണ്ടി നിലകൊള്ളാൻ അവർ ലീസ്റ്റ് ബോധേഡ്. അതാണത്. അടുത്തൊരു വചനമാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ. ബലമുള്ളവരായ നാം ദുർബലരുടെ പോരായ്മകൾ സഹിക്കുകയാണ് വേണ്ടത്, നമ്മെ തന്നെ പ്രീതിപ്പെടുത്തുകയല്ല. ഹല്ലേലൂയ. അടുത്ത വചനം വായിച്ചേ. നാം ഓരോരുത്തരും അയൽക്കാരന്റെ നന്മയെ ഉദ്ദേശിച്ച് അവന്റെ ഉത്കർഷത്തിനായി അവനെ പ്രീതിപ്പെടുത്തണം. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തണം. എന്തിനു വേണ്ടി? അവന്റെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി. മറ്റുള്ളവരെ പൊക്കിക്കൊണ്ടുവരാൻ നോക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ തളർച്ചയും നീ പൊന്തിപ്പോകുന്നതുമല്ല, മറ്റുള്ളവരെ, നിന്നെ വരമേൽപ്പിച്ചിരിക്കുന്നവരെ ഉദ്ധരിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ തിരുവചനം. ഫിലിപ്പി 2:4.
ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. ഈശോയുടെ മനോഭാവത്തെ കുറിച്ച് പറയുകയാണ്. ഓരോരുത്തരും, പ്രിയപ്പെട്ടവരെ, നമ്മളുടെ കുടുംബങ്ങൾ നടന്നു പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? സ്വന്തം താല്പര്യങ്ങളൊക്കെ മറന്ന് അമ്മമാർക്ക് കാലത്ത് ഈ തണുപ്പുള്ള സമയത്ത് ഒരു അരമണിക്കൂർ കൂടെ കിടക്കാൻ ആഗ്രഹമില്ലേ? ഉണ്ടോ ഇല്ലയോ? കിടന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. ഒരിത്തിരി നേരം കൂടി, നല്ല തണുപ്പാണ്, പുതച്ചു മൂടി കിടക്കാനായിട്ട് ആഗ്രഹമുണ്ടായിട്ടും 3 മണിക്കും 4 മണിക്കും അത് നേരം വെളുക്കുന്നതിന് മുമ്പ് ചാടി എഴുന്നേറ്റ് ഭക്ഷണമുണ്ടാക്കി ഭർത്താവിനും മക്കൾക്കും മാതാപിതാക്കൾക്കും ഒക്കെ, അല്ലെങ്കിൽ പാല് കറക്കാൻ പോയി, പുല്ലരിഞ്ഞ് പശുവിനെ കറന്ന് പല കാര്യങ്ങൾ, ഭക്ഷണം സമയത്തിന് മുമ്പ് എല്ലാം റെഡിയാക്കി വെക്കാൻ സ്വയം മറന്ന് ചില അമ്മമാർ ഓടുന്നത് കൊണ്ടാണ് കുടുംബം നിലനിൽക്കുന്നത്. അല്ലേ? ആണോ? അല്ലേ? അതെ. അതുപോലെ തന്നെ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞാൻ 2 മണിക്ക് എഴുന്നേറ്റ് റബ്ബർ വെട്ടാൻ പോയി, കാലത്ത് 6 മണിയൊക്കെ ആകുമ്പോഴേക്കും തിരിച്ചു വന്ന് പിന്നെ സ്കൂൾ ബസ് ഓടിക്കുന്നുണ്ട്, അതിന് കൃത്യം സമയത്ത് പോണം. അപ്പോ അതിനുശേഷം സ്കൂൾ ബസ് ഓടിച്ച് തിരിച്ചു വന്നതിന് ശേഷം പിന്നെ പാലെടുത്ത് സ്കൂൾ ബസ് അതിനുശേഷം പിന്നെ ഓട്ടോറിക്ഷ ഓടിക്കാൻ പോയി, പിന്നെ വൈകുന്നേരം ആകുമ്പോ വീണ്ടും ഷീറ്റ് അടിച്ച് വീണ്ടും സ്കൂൾ ബസ് വൈകുന്നേരം ഓടിച്ച്, അങ്ങനെയാണ് കുടുംബം കൊണ്ടുപോകുന്നത്. സ്വയം മറന്ന് ത്യാഗമെടുത്ത് സഹിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഓരോ ദിവസവും അല്ലലില്ലാതെ കടമൊക്കെ ലോണൊക്കെ എടുത്തിട്ടുള്ളത് വീട്ടി പിള്ളേരുടെ ഫീസൊക്കെ കൊടുത്ത്, അല്ലെങ്കിൽ ഹോസ്റ്റൽ ഫീസ് കൊടുത്ത്, ട്യൂഷൻ ഫീസ് കൊടുത്ത്, ഇങ്ങനെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സ്വയം മറന്ന് സ്വയം ഇല്ലാതെയാകുന്നത് കൊണ്ടാണ്. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. അപ്പോ ഓരോരുത്തരും സ്വയം മറന്ന് സ്വന്തം താല്പര്യങ്ങളൊക്കെ മാറ്റിവെച്ച് സഹനമെടുത്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഈശോ അത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സ്വന്തം കാര്യം ഒന്നാമതായി കണക്കാക്കാനുള്ള അവകാശം ഉപേക്ഷിക്കാൻ നമ്മളോട് പറയുകയാണ്. നമുക്കൊരു ഉദാഹരണം ഓർമ്മയുണ്ട്. മോനിക്ക പുണ്യവതി പ്രാർത്ഥിച്ചത് മുഴുവൻ എന്തിനു വേണ്ടിയാണ്? മകന്റെ മാനസാന്തരത്തിന് വേണ്ടി സ്വയം മറന്ന് പ്രാർത്ഥിക്കുകയാണ്. എങ്കിലും മോനിക്ക പുണ്യവതി, എനിക്ക് ആത്മീയ വളർച്ച ഉണ്ടാകട്ടെ, ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ, നല്ല കാര്യം, ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷേ മോനിക്ക പുണ്യവതിയുടെ മനസ്സില് തന്റെ മകൻ മാനസാന്തരപ്പെട്ട് ഈശോയുടെ ഹൃദയത്തിന് ചേർന്നൊരു മകനായി മാറണം, അതുമാത്രം, സ്വന്തം കാര്യമല്ല, ആ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അങ്ങനെ സ്വയം മറന്ന് പ്രാർത്ഥിച്ചപ്പോ 2 വിശുദ്ധരുണ്ടായി. വിശുദ്ധ അഗസ്റ്റിനുമുണ്ടായി, വിശുദ്ധ മോനിക്കയും ഉണ്ടായി. നമ്മുടെ വീട്ടിൽ നിന്ന് എത്ര വിശുദ്ധരുണ്ടാകും? എണ്ണിക്കും വരലില്ലേ? നമ്മുടെ വീട്ടിൽ നിന്ന് കൊച്ചു ത്രേസ്യ പുണ്യവാളത്തിയുടെ വീട്ടിൽ നിന്ന് എത്ര വിശുദ്ധരാണെന്ന് അറിയാവോ? 10. അപ്പൻ വിശുദ്ധനാണ്, അമ്മ വിശുദ്ധയാണ്, കൊച്ചു ത്രേസ്യ വിശുദ്ധയാണ്, ചേച്ചി ഒരാള് ഓൾറെഡി വെനറബിൾ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, വേറൊരാളെ ധന്യ എന്ന പദവിയിലേക്ക്, സർവന്റ് ഓഫ് ഗോഡ്, വെനറബിൾ ആണ് ധന്യ, ദൈവദാസി എന്ന പദവിയിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെ 5 പേര്. ഹല്ലേലൂയ. സ്വന്തം ഭാര്യയുടെ കാനനൈസേഷൻ കൂടാൻ, സ്വന്തം ഭാര്യയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നത് കേട്ടു നിൽക്കാൻ ഈ ഭൂമിയിൽ ഒരേ ഒരു ഭർത്താവിനെ അനുഗ്രഹം കിട്ടിയിട്ടുള്ളൂ. അതാർക്കാണെന്നറിയാവോ? ഭർത്താവും മക്കളൊക്കെ കൂടെ നിൽക്കാണ്. ഭർത്താവ് തന്റെ ഭാര്യയെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുന്നത്, അത് ആ സംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ 2004 സംഭവം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 2004
നോക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ആരെയാണ് ഉദ്ദേശിച്ചത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭർത്താവിന്റെ പേര് പറയാം അച്ഛൻ, വിശുദ്ധയുടെ പേര് നിങ്ങൾ പറയണം. പിയത്രോ എന്ന് പറയുന്ന ഒരു ഭർത്താവിനാണ് ആ ഭാഗ്യം കിട്ടിയത്. ഇവിടെ ഇരിക്കുന്ന ഭർത്താക്കന്മാർക്ക് ആ ഭാഗ്യം ഉണ്ടാവട്ടെ. നിങ്ങളുടെ വേണ്ടേ? എന്താണ്? ഭാര്യയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നത് കേൾക്കാൻ ഉള്ള ഭാഗ്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഭർത്താക്കന്മാരൊന്ന് കൈവക്കേ. ഒന്ന് രണ്ട് പേര് പൊക്കേട്ടുണ്ട്. അല്ലെങ്കിൽ ഇനി നിങ്ങളുടെ ഭർത്താവിനെ വിശുദ്ധനായിട്ട്, അച്ഛാ അവരുടെ കാര്യം വിട്, ഞങ്ങളുടെ കാര്യം പറ. നിങ്ങളുടെ ഭർത്താവിനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നത് കേൾക്കാൻ, ആ സംഭവത്തിന് സാക്ഷിയാകാനായിട്ട് ഒരു ആഗ്രഹം വേണമെന്നുള്ളവരൊന്ന് കൈവക്കേ. ഓക്കെ. അയ്യോ, എന്റെ ഭർത്താവ് വിശുദ്ധനാകണം, പക്ഷെ ഒരു കുഴപ്പമുണ്ടേ, മരിക്കണം. ഭർത്താവ് കാണണ്ട, എടീ അപ്പൊ ഞാൻ മരിക്കണമെന്നാണല്ലേ കാര്യം. നമ്മൾ ഉദ്ദേശിച്ചത് നല്ലതാണെങ്കിലും മറ്റുള്ളവർ അത് ശരിക്കും മനസ്സിലാക്കണമെന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ തിരിച്ചു വരിക പ്രിയപ്പെട്ടവരെ. ആ വിശുദ്ധ എന്ന് പറയുന്നത് വിശുദ്ധ ജിയന്ന ബെരേറ്റ മൊള്ള എന്ന് പറയുന്ന വിശുദ്ധയാണ്. എന്താണ്? ജിയന്ന, ജുവന്ന അല്ല, ജിയന്ന. ഹല്ലേലൂയ. ജിയന്ന ബെരേറ്റ മൊള്ള എന്താണ്? അവരൊരു ഡോക്ടറായിരുന്നു, ഒരു പീഡിയാട്രീഷ്യൻ ആയിരുന്നു, ശിശു രോഗ വിദഗ്ധയായിരുന്നു ഈ ജിയന്ന. ജിയന്ന 3 മക്കൾക്ക് ജന്മം നൽകി, 3 നല്ല മിടുക്കരായിട്ടുള്ള കുട്ടികള്. അങ്ങനെ ജന്മം നൽകിയതിന് ശേഷമാണ് അവരുടെ ഉദരത്തിൽ 4ാമത്തെ കുട്ടി ഉണ്ടാകുന്നത്. അവൾക്ക് 39 വയസ്സ്. 39ാമത്തെ വയസ്സിൽ അവൾ 4ാമത് പ്രഗ്നന്റായി. സ്കാൻ ചെയ്യുമ്പോൾ അവർ ഒരു രോഗം കണ്ടുപിടിക്കുകയാണ്. 4ാമത്തെ പ്രഗ്നൻസി യൂട്രസിൽ യൂട്രൈൻ ഫൈബ്രോമ എന്ന് പറയുന്ന ഒരു ക്യാൻസർ ആണ്. നമ്മൾ കേട്ടിട്ടുണ്ട്, കാർസിനോമ എന്ന് കേട്ടിട്ടുണ്ട്, മൾട്ടിപ്പിൾ മൈലോമ എന്ന് കേട്ടിട്ടുണ്ട്, ലിംഫോമ എന്ന് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ക്യാൻസർ ആണ്. എന്നതുപോലെ യൂട്രസിൽ വരുന്ന ഒരു ക്യാൻസർ ആണ് ഫൈബ്രോമ, യൂട്രൈൻ ഫൈബ്രോമ ക്യാൻസർ. അപ്പോൾ എന്തു ചെയ്യണം? ക്യാൻസർ വന്നു, ട്രീറ്റ്മെന്റ് ചെയ്യണം. ഈ മുഴ സർജറി ചെയ്ത് എടുത്തു മാറ്റണം. അപ്പോൾ എന്ത് സംഭവിക്കും? കുഞ്ഞ് മരിക്കും. 4ാം മാസത്തിൽ കണ്ടുപിടിച്ചു, കുഞ്ഞ് മരിക്കും. ഈ അമ്മ പറഞ്ഞു, ഇപ്പോൾ ഒരു ട്രീറ്റ്മെന്റും ചെയ്യണ്ട, അവിടെ ഇരിക്കട്ടെ. കുഞ്ഞിന് ഒരു ജീവൻ നഷ്ടപ്പെടാൻ കാരണമാകുന്ന ഒരു മരുന്നും ഞാൻ കഴിക്കുകയില്ല, ഒരു ട്രീറ്റ്മെന്റും ഞാൻ എടുക്കുകയില്ല, കുഞ്ഞ് വളരട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവൾ ആ കുഞ്ഞിന് വേണ്ടി തനിക്ക് ലഭ്യമാകാമായിരുന്ന ട്രീറ്റ്മെന്റുകളൊക്കെ വേണ്ടെന്ന് വെച്ചു. അവൾക്ക് ധാർമ്മികമായി പോലും ഒരു അവകാശമുണ്ട്. ധാർമ്മിക ശാസ്ത്രത്തിൽ, മോറൽ തിയോളജിയിൽ ഇങ്ങനെയാണ് പഠിപ്പിക്കാറുള്ളത്. കുഞ്ഞിന്റെയും അമ്മയുടെയും ജീവൻ അപകടത്തിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ അബോർഷൻ നടത്താം, അത് പാപമല്ല. എന്തിനാണ്? 2 പേരുടെയും ജീവൻ നഷ്ടപ്പെടുന്നതിന് പകരം ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് അബോർഷൻ നടത്താം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാത്രം. പ്രിൻസിപ്പിൾ ഓഫ് ഡബിൾ എഫക്ട് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഇവൾക്ക് ട്രീറ്റ്മെന്റ് എടുക്കാം, ധാർമ്മികമായി ട്രീറ്റ്മെന്റ് ശരിയാണ്. അവൾക്ക് മനസാക്ഷിയുടെ മുമ്പില്, ദൈവത്തിന്റെ മുമ്പില്, സഭയുടെ മുമ്പില് ഒരു കുറ്റവുമില്ല. പക്ഷെ എന്നിട്ടും അവൾ തീരുമാനിക്കുകയാണ് കുഞ്ഞിന്റെ ജീവൻ
ദൈവത്തിന്റെ കരങ്ങൾ. കുഞ്ഞിന്റെ ജീവന് കുഴപ്പം വരുന്ന ഒന്നും ഞാൻ ചെയ്യുകയില്ല. അവൾ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അമ്മ മരിച്ചു. 1962. അവൾക്കന്ന് 40 വയസ്സ്. പ്രിയപ്പെട്ടവരെ, 42 വർഷങ്ങൾക്ക് ശേഷം 2004 അവളെ വിശുദ്ധ പദവിയിലേക്ക് തിരുസഭ ഉയർത്തിയപ്പോൾ അവളുടെ ഭർത്താവ് പിയത്രോയും മക്കളും 4 മക്കളും സാക്ഷിയായിരുന്നു. സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഭർത്താവിന് ഭാര്യയുടെ നാമകരണ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുകയായിരുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അന്ന് ജനിച്ച മകൾ, അമ്മ തന്റെ ജീവൻ കൊടുത്ത്, ജീവൻ നഷ്ടപ്പെടുത്തി ജീവൻ കൊടുത്ത മകൾ, അവളുടെ പേര് ജിയന്ന ഇമ്മാക്കുല മൊള്ള എന്നാണ്. ജിയന്ന, അമ്മയുടെ പേര് തന്നെ കൊടുത്തിരിക്കുകയാണ്, ജിയന്ന എമ്മാക്കുള. അവൾക്ക് ഇന്ന് 63 വയസ്സുണ്ട്. അവളും ഒരു ഡോക്ടറായി മാറി. പക്ഷെ അവൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്നറിയാവോ? മുഴുവൻ സമയവും പ്രോ ലൈഫിന്റെ അഡ്വക്കേറ്റ് ആയിട്ട് തന്റെ അമ്മ തനിക്ക് വേണ്ടി ചെയ്തു തന്നതിനെ കുറിച്ച്, അമ്മ ത്യാഗമെടുത്തത് കൊണ്ടാണ് ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി ബോധവൽക്കരണ ക്ലാസുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആർക്ക്? കുഞ്ഞിനെ ഇപ്പൊ വേണ്ട എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. ഒരു കുട്ടി മതി, ഇനി കുട്ടികൾ വേണ്ട എന്ന് പറയുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ 2 കുട്ടി ആയതിന് നമുക്ക് നഷ്ടപ്പെടുത്തി കളയാമെന്ന് പറയുന്നവരുണ്ട്. കുഞ്ഞുങ്ങൾ കൂടി അത് പ്രശ്നമാണ്, ഇപ്പൊ വേണ്ട, പിന്നെ മതി, അതാണ് ഇതാണ്. കുഞ്ഞുങ്ങളെ ഉദരത്തിൽ സ്വീകരിക്കാനും ദൈവത്തിന് വേണ്ടി മക്കളെ ഈ ഭൂമിയിൽ ജന്മം കൊടുക്കാനും അവരെ വളർത്താനും ഒക്കെയുള്ള മടിയുള്ള മാതാപിതാക്കന്മാർക്ക് ഈ ജിയന്ന ഇപ്പോൾ ബോധവൽക്കരണ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അനേകം പേര് അവളുടെ ഈ ജീവിത സാക്ഷ്യം സ്വീകരിച്ച് കൂടുതൽ മക്കൾക്ക് ജന്മം കൊടുക്കുന്നവരായി മാറുന്നുണ്ട്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അവൾ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, എന്റെ അമ്മ എന്നെ ഇത്രമാത്രം സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല എന്ന്. എന്റെ അമ്മ എന്നെ ഇത്രമാത്രം സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം ഇഷ്ടങ്ങൾ, സ്വന്തം ജീവൻ, സ്വന്തം സുഖം ഒന്നാം സ്ഥാനത്ത് വയ്ക്കാനുള്ള അവകാശം വേണ്ട എന്ന് വയ്ക്കുന്നതിനെ കുറിച്ചാണ്. വിശുദ്ധ ജിയന്ന അത് ഉപേക്ഷിച്ചത് കൊണ്ടാണ് അവളുടെ മകൾ ഇന്ന് ലോകം മുഴുവനും ചുറ്റി നടന്ന് അവൾക്ക് ഇത് പ്രോ ലൈഫിന്റെ അഡ്വക്കേറ്റായി മാറിയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വന്തം ഇഷ്ടങ്ങളെക്കാൾ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവർ ഉള്ളതുകൊണ്ടാണ് കുടുംബങ്ങൾ നിലനിൽക്കുന്നത്. ഹല്ലേലൂയ. അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ച്, സെൽഫ് ലവിനെ കുറിച്ച് കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ നൽകുന്ന പാഠങ്ങൾ നമ്മൾ അടുത്ത ആഴ്ച ധ്യാനിക്കുന്നതായിരിക്കും. ഇന്ന് ഇത്രയും മതി. പണിമുടക്കൊക്കെ അല്ലേ, നമുക്ക് കുറച്ച് പണിമുടക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ